എല്ലാ പെൺമക്കൾക്കും അവരുടെ അച്ഛന്മാരാട്ടോ ഹീറോ. കാരണം അച്ഛന്മാരെക്കുറിച്ച് പറയാൻ 100 നാക്കായിരിക്കും. പക്ഷെ എല്ലാ പെൺമക്കളും പറയാതെ പോകുന്നൊരു വാക്കെന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മമാരെ പറ്റിയാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് എൻ്റെ അമ്മയെ പോലെ കേട്ടോ. എൻ്റെ അമ്മയുടെ ലൈഫ് പോലെ എനിക്ക് ഒരിക്കലും ജീവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. എൻ്റെ അപ്പന് ഓരോ ആക്സിഡൻറ്റും പറ്റുമ്പം അമ്മ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കലപില 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 ശബ്ദം ഉണ്ടാക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ പുറകെ. പക്ഷേ ഉണ്ടല്ലോ, ആ ഒരു ദിവസം ആ കലപില ശബ്ദം കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് ടെൻഷൻ വന്നാലും എനിക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ആദ്യം വിളിച്ച് വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മയോടാണ് കേട്ടോ. കാരണം എനിക്കത് സേഫാണ്. കാരണം എൻ്റെ അമ്മ അത് കേട്ടോളും. അമ്മയ്ക്കറിയാം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സങ്കടം കൊണ്ടോ ആണ് ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മിണ്ടാതെ ഒന്ന് കേൾക്കും. അത് മാത്രമല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും, അല്ലെങ്കിൽ അപ്പനോട് കൈ നീട്ടും. സ്വന്തമായി വരുമാനമോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാലറി മേടിക്കാതെ പണിയെടുക്കുന്നൊരു ജന്മമാണ് അമ്മ. സത്യം പറഞ്ഞാൽ വയ്യായിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരു ബുദ്ധിമുട്ട് പോലും അറിയിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരുപാട് തുണി അലക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരുന്നു. എല്ലാം കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരാളാണ് അമ്മ. ഞാനീ പറയുന്ന പോലെ തന്നെ പല സാദൃശ്യം ഉണ്ടാവും എല്ലാവരുടെ അമ്മമാരെ പറ്റി. ഞാനിപ്പോൾ വീട്ടിൽ ചെന്നാലും എന്നെക്കുറിച്ച് ഒരു പണി എടുപ്പിക്കില്ല, ഒരു തുണി അലക്കിക്കില്ല. എനിക്കെൻ്റെ വയ്യായിക വന്നപ്പം മുതൽ എൻ്റെ അമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സോ എല്ലാവർക്കും അവരുടെ അമ്മമാരെ കുറിച്ച് പറയാനുണ്ടാവും. ഭയങ്കര പുണ്യം കേട്ടോ അമ്മ.